അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഖാൻ കരിക്കോട് സാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളാണ് നമ്മൾ പകർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതില് ഏറ്റവും ഇന്ന് സാറേ നമുക്കിന്ന് അറിയേണ്ടത് ഈ കുട്ടി ഈ ധാർമ്മിക മൂല്യമാണല്ലോ, പ്രത്യേകിച്ച് മതബോധം പുരുഷനിലാണോ സ്ത്രീകൾക്കാണോ ഏറ്റവും കൂടുതലായി വരാൻ സാധ്യതയുള്ളത്? അതിന്റെ ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടും. മതബോധം ഇരുവരും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് സ്ത്രീയെ പോലല്ല, ഒരല്പം കുറവാണ്, അല്പം പിന്നിലാണ് പുരുഷൻ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തിനും ദൈവ സഹായം, പറഞ്ഞാൽ ദൈവസഹായം എന്ന് വെച്ചാൽ അള്ളാഹയുടെ കൂട്ട് എപ്പോഴും തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് സ്ത്രീ അതിനപ്പുറത്തൊന്നും കാണുന്നില്ല. എല്ലാം അതിലൂടെ തന്നെ കിട്ടണമെന്നാണ്. അതൊരു അവരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്രയും ബലം കൊടുക്കുന്നില്ല. മറ്റ് രീതിയിലും എൻ്റെ കാര്യം സാധിക്കുമെന്ന് അവൻ മനസ്സിൽ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാം അള്ളാഹിലൂടെ തന്നെ പോകണമെന്നാണ് ഒരു സ്ത്രീയുടെ മനസ്സിലുള്ളത്. അതായത് ഒരു ബോധമുള്ള പെൺകുട്ടി ആഗ്രഹിക്കുന്നത് എപ്പോഴും, അതായത് പഴയ കാലങ്ങളിൽ പോയാലും പുതിയ കാലങ്ങളായാലും ഏറ്റവും കൂടുതൽ വയലുകൾ കേൾക്കാൻ അത് തന്നെ സ്ത്രീയാണ് വയല് കേൾക്കാനൊക്കെ പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എന്നുവെച്ചാൽ ദൈവസ്നേഹി വെച്ചാൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ദൈവസ്നേഹം കൂടുതലുള്ളത് സ്ത്രീകളിലാണെന്നാണ് മറ്റേ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞാൽ. പക്ഷേ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ മറ്റു സ്ഥലത്തെടുത്താലും ഈ ദൈവസ്നേഹം കൂടുതലുള്ളവരെ തട്ടിപ്പിനും വിധേയരായി പോകുന്നു എന്നൊരു പഴി കൂടിയുണ്ട്. അതാണ് ഇതിനകത്തുള്ളത്. സ്ത്രീകൾ വീണുപോകും, ഈ തട്ടിപ്പിൽ വീണുപോകും. അപ്പം നമുക്കിവിടെ പറയാനുള്ളത് ഈ നല്ല കാര്യം തന്നെയാണ്. അള്ളാഹിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ ആ അടുപ്പത്തിനിടയിൽ തട്ടിപ്പിൽ വീണ് വഞ്ചിക്കപ്പെടരുത് എന്ന് മാത്രമാണ്. കുടുംബത്തെ മറന്നുള്ള ഒരു ആധ്യാത്മികത വേണ്ട. വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കുടുംബത്തെയും കൂടെ, അതായത് നമ്മളെ വീട്ടിലുള്ളവരെയും കൂടെ മറന്ന് പരിഗണിച്ചുകൊണ്ടുള്ള അതേ ആകാവുള്ളൂ. കാരണം നമുക്ക് വ്യത്യസ്തമായ അന്ധമായ ഒരു കാര്യത്തിന്റെ പിന്നിൽ പായരുത് എന്നാണ്. അതല്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഈ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മനഃശാസ്ത്ര വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഒരുപാട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിലൂടെ നമുക്കൊരു പുതിയ ജീവിതം പടുത്തുയർത്താൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.